ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടൂളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളൊക്കെ നോർമലി നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ നമ്മൾ ബർത്ത്ഡേ മെസ്സേജ് അയക്കാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ നോർമലി എവിടുന്നേലുമൊക്കെ കോപ്പി ചെയ്യുന്ന ലോങ് ടെക്സ്റ്റ് മെസ്സേജസ്, അതായത് വിഷസ് നമ്മൾ കോപ്പി ചെയ്ത് അയക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ രീതിയിൽ അയക്കാറുള്ളൂ. എന്നാൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ഒരു ഫ്രീ ടൂളാണ്. ഇത് വെച്ച് നമുക്ക് എത്ര തവണ വേണമെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കസ്റ്റം ബർത്ത്ഡേ മെസ്സേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ഫാമിലി മെമ്പർ ആരും ആയിക്കോട്ടെ, നമുക്ക് അവർക്ക് ഏത് രീതിയിലാണ് മെസ്സേജ് വേണ്ടതെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് മെസ്സേജസ് നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. രജിസ്ട്രേഷനോ അല്ലെങ്കിൽ സൈനപ്പ് അങ്ങനെയോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എത്ര മെസ്സേജസ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടൂൾ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസർ നിങ്ങൾക്ക് മൊബൈലിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ എവിടെ വെച്ചാൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്കത് മൊബൈലിലും എടുക്കാം, എവിടെ വെച്ച് എടുക്കാം. നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ഏതാണോ നിങ്ങളുടെ ബ്രൗസർ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ സിസ്റ്റത്തിലെടുത്തു. എന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഗൂഗിൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടെക് റൗണ്ടർ. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് റിസൾട്ടായിട്ട് ഈ സൈറ്റ് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് സൈറ്റ് ഓപ്പൺ ആയി. നിങ്ങൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ അവർ ടൂൾസ് എന്ന സെക്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ബർത്ത്ഡേ മെസ്സേജസ് എന്ന് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ടൂള്. ഈ ടൂൾ യൂസ് ചെയ്താണ് നമ്മൾ മെസ്സേജസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് URL നോക്കിക്കഴിഞ്ഞാൽ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഈ പേജിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ പേര് കൊടുക്കാനും നമ്മളെ ജെൻഡർ സെലക്ട് ചെയ്യാനും റിലേഷനും മൂഡ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുത്ത് ജനറേറ്റ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് ജനറേറ്റ് ആയി വരും. അപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ മനു എന്ന് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ആരെയാണ് വിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ വിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മനു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെയാണ് ഇപ്പം തൽക്കാലം വിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മനു എന്നുള്ള പേര് കൊടുത്തു. എന്നിട്ട് മെയിൽ സെലക്ട് ചെയ്തു. ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്ത ഓപ്ഷനായിട്ട് റിലേഷൻഷിപ്പ് ടു പേഴ്സൺ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ മെസ്സേജ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് മാത്രമാണ്. അല്ലാതെ ഇത് ഒരിക്കലും ഒരു ഡേറ്റ സ്റ്റോറേജിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. കാരണം ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് ഇപ്പം ഫാദറിനെ വിഷ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ സിസ്റ്ററിനെ വിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ വിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്ററിനിലോ ആയിക്കോട്ടെ മദറിനിലോ, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും വിഷ് ചെയ്യുന്ന മെസ്സേജിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ രീതിയിലുള്ള മെസ്സേജ് ജനറേറ്റ് ചെയ്യും. അതിനുള്ള ഓപ്ഷനാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മനുവിനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സെലക്ട് ചെയ്തു. പിന്നെ മൂഡ് ഓഫ് ദ മെസ്സേജ്, ഇത് ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതുകൊണ്ടോ, ഫ്രണ്ട്ലി, ഫോർമൽ, കാഷ്വൽ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുണ്ട്. അപ്പം ആ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള മെസ്സേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട്ലി എന്നുള്ള സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ ആ ഓപ്ഷൻസ് എല്ലാം ആയി. പേരായി, ജെൻഡറായി, റിലേഷനായി, മൂഡായി. ഇനി ജനറേറ്റ് മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, കസ്റ്റം ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ പേര് സഹിതം ഒരു കസ്റ്റമൈസ്ഡ് ബർത്ത്ഡേ മെസ്സേജ് ഇപ്പോൾ ഓൾറെഡി ജനറേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ജനറേറ്റ് ചെയ്തെടുക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. കോപ്പി, ഷെയർ ഓൺ വാട്സാപ്പ്, നോട്ട് ഹാപ്പി, ട്രൈ അനദർ, ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നോട്ട് ഹാപ്പി, ട്രൈ അനദറെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണ് വേറൊരു മെസ്സേജ് ജനറേറ്റ് ആയി. ആ മറ്റേ മെസ്സേജ് മാറിയിട്ട് കംപ്ലീറ്റ്ലി പുതിയൊരു മെസ്സേജ് ജനറേറ്റ് ആയി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം വീണ്ടും അടുത്തൊരു മെസ്സേജ്. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇത് മാറ്റി നിങ്ങൾക്ക് സൺ എന്ന് ഞാൻ കൊടുത്തു, ഫോർമൽ കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. അപ്പോൾ മെസ്സേജിന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മെസ്സേജ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് വീണ്ടും ഞാൻ നോട്ട് ഹാപ്പി കൊടുത്തു.
വീണ്ടും അടുത്ത മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എത്ര മെസ്സേജ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇപ്പോൾ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കോപ്പി ആയി. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിൽ ഓൾറെഡി കോപ്പി ആയിട്ടുണ്ട്. ഇത് മൊബൈലിലായാലും ഡെസ്ക്ടോപ്പിലായാലും നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിൽ ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് വാട്സാപ്പ് ആണെങ്കിൽ വാട്സാപ്പ്, അല്ലെങ്കിൽ ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, അത് ഓപ്പൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് അതേപടി അവിടെ പേസ്റ്റ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് അതല്ല വാട്സാപ്പിലേക്ക് ഡയറക്റ്റ്ലി ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഡയറക്റ്റ്ലി വാട്സാപ്പിലോട്ട് അയക്കണമെങ്കിൽ ഷെയർ ഓൺ വാട്സാപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ വാട്സാപ്പ് ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഈ മെസ്സേജ് അവിടെ ഓൾറെഡി പേസ്റ്റ് ആയി കിടപ്പുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ആരെയാണോ അയക്കേണ്ടത്, മനുവിൻ്റെ കേസ് ആണെങ്കിൽ മനുവിനെ സെലക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് മനുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനുവിന് നമുക്ക് ഈ മെസ്സേജ് ഡയറക്റ്റ്ലി അയക്കാൻ പറ്റും. അപ്പോൾ ആ രീതി ഒന്നെങ്കിൽ കോപ്പി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഷെയർ ഓൺ വാട്സാപ്പ് എടുത്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് ഡയറക്റ്റ് പോകും. ആ രീതി നമുക്ക് എടുക്കാം. പിന്നെ ഈ ഓപ്ഷൻ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷനാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇത് മാറ്റാനായിട്ട്, അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ മനുവിന് പകരം വേറൊരാൾക്ക് അയക്കണം ഇനി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതെല്ലാം റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ആളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് വീണ്ടും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ഈ ടൂൾ യൂസ് ചെയ്ത് മെസ്സേജ് ജനറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ പറഞ്ഞാൽ വിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണീക്ക് മെസ്സേജ് നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ AI ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂഡും റിലേഷനൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ AIക്ക് നമ്മൾ ഏത് രീതിയിലുള്ള മെസ്സേജാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ആ മെസ്സേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എത്ര മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ടെക് റൗണ്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂളിലേക്ക് വരാൻ പറ്റും. അത് മൊബൈലിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.